നമസ്കാരം. ശ്രീനാദേവി കുഞ്ഞമ്മയെ കയറിച്ചൊറിഞ്ഞവരെ ആരും കുഞ്ഞമ്മ വെറുതെ വിട്ടിട്ടില്ല. കൃത്യമായുള്ള മറുപടി കൊടുത്തിട്ടേയുള്ളൂ. കഴിഞ്ഞ ദിവസങ്ങളിൽ എഴുത്തുകാരിയും കോൺഗ്രസുകാരിയും ഒക്കെയായ ഷഹനാസും സമാനമായ രീതിയിൽ ശ്രീനാദേവി കുഞ്ഞമ്മയെ ചൊറിഞ്ഞു മാന്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതുവരെ അതിനൊരു മറുപടിയോ പ്രതികരണവും നൽകിയിട്ടില്ല. ഒരുപക്ഷെ തെളിവുകൾ സഹിതം ഇനിയും എന്തെങ്കിലും കൂടി പറയാനുണ്ടെങ്കിൽ അതും കൂടി പറഞ്ഞതിന് ശേഷം എല്ലാത്തിനും കൂടി ഒരു മറുപടി നൽകാമെന്ന് വിചാരിച്ചിട്ടാവണം ശ്രീനാദേവി കുഞ്ഞമ്മ ഷഹനാസിന് പ്രത്യേകിച്ച് മറുപടിയൊന്നും നൽകിയിട്ടില്ല. ഷഹനാസിന്റെ പ്രതികരണങ്ങൾ അല്ലെങ്കിൽ ഷഹനാസിന്റെ ഈ കുറ്റപ്പെടുത്തലുകൾ ഒക്കെ തന്നെ ശ്രീനാദേവി റേഷൻ കാർഡ് വ്യാജമായി ചമച്ചു, അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിൽ നിൽക്കാൻ വേണ്ടി വാടക ചീട്ട് വ്യാജമായി ചമച്ചു എന്നിങ്ങനെ ID കാർഡ് വ്യാജമായി ചമച്ചു എന്നിങ്ങനെയൊക്കെയുള്ള പലതരത്തിലുമുള്ള ആരോപണങ്ങളാണ് ഉള്ളത്. ഇതിനൊക്കെ തന്നെ തെളിവ് സഹിത മറുപടി നൽകാനാകണം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ശ്രീനാദേവി ഒരു ബ്രേക്ക് എടുക്കുന്നത് എന്ന് മനസ്സിലാകുന്നു. ഏതായാലും കഴിഞ്ഞ ദിവസം ശ്രീനാദേവി കുഞ്ഞമ്മയുടെ ഒരു കമന്റ് വലിയ രീതിയിൽ തന്നെ ചർച്ചയാവുകയും വൈറലാവുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് ഈ പേര് കൊണ്ട് ഒരു വ്യത്യസ്തതയുണ്ടല്ലോ. കുഞ്ഞമ്മ എന്ന പേരിനറ്റത്ത് കുഞ്ഞമ്മ എന്നൊരു പേര് കൊണ്ട് ഒരു വ്യത്യസ്തതയാണല്ലോ. കഴിഞ്ഞ ദിവസം ഷഹനാസ് കുൽസിതമ്മ എന്നാണ് വിളിച്ചത്. കുൽസിതമ്മ എന്ന് വിളിക്കുകയും ചെയ്യുമ്പോൾ ഈ പേരിന് പിന്നാലെ തന്നെ ഒരാൾ കമന്റ് ഇട്ടവൻ അത് ഇട്ടത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ സംഭവിച്ചത് സംഭവ ബഹുലമായിരുന്നു. പേരിനെ ചൊല്ലി പരിഹസിച്ചയാളുടെ വായടപ്പിച്ച കോൺഗ്രസ് നേതാവ് ശ്രീനാദേവി കുഞ്ഞമ്മ. ശ്രീനാദേവിയുടെ കൗണ്ടറാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ച. അടൂരിലെ CPI സ്ഥാനാർത്ഥി പ്രജി കണ്ണന്റെ പേരുമാറ്റവുമായി ബന്ധപ്പെട്ട് ശ്രീനാദേവി ഇട്ട പോസ്റ്റിന് താഴെ വന്ന കമന്റിനാണ് ചുട്ട മറുപടി കിട്ടിയത്. അച്ഛന്റെ പേര് അറിയാത്തത് കൊണ്ടാണോ നീ നിന്റെ പേരിന്റെ കൂടെ കുഞ്ഞമ്മ എന്ന അമ്മയുടെ പേര് ചേർത്തത് എന്നായിരുന്നു ഈ അശംസ് കരീപ്രയുടെ അധിക്ഷേപകരമായ കമന്റ്. കരീപ്ര പഞ്ചായത്തിലെ എല്ലാവരും തന്റെ അച്ഛന്മാർ ആയതുകൊണ്ട് പഞ്ചായത്തിന്റെ പേര് വെച്ചതുപോലെ അല്ല സുഹൃത്തെ എന്റെ പേര് എന്നായിരുന്നു ശ്രീനാദേവി കുഞ്ഞമ്മയുടെ ചോദ്യം അല്ലെങ്കിൽ മറുപടി. മറ്റു ചില കമന്റുകളും അതിനുള്ള മറുപടിയും നമുക്ക് നോക്കാം. കുഞ്ഞമ്മ, അങ്കത്തമ്മ, കെട്ടിലമ്മ തുടങ്ങിയ സ്ഥാനപ്പേരുകൾ പണ്ട് രാജാവ് കൽപ്പിച്ചു നൽകിയതാണ്. തിരുവിതാംകൂർ രാജാക്കന്മാർ കൊട്ടാര പരിസരത്ത് ഇത്തരം അമ്മമാരെ പാർപ്പിച്ചിരുന്നു. അത് എന്തിനായിരുന്നു എന്ന് ചരിത്രം പരിശോധിച്ചാൽ നാറ്റക്കേസാകും. എല്ലാവർക്കും കുഞ്ഞമ്മയാകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ശ്രീനാദേവി നൽകിയിരിക്കുന്ന മറുപടി അത് നിങ്ങളുടെ മാതാവിന്റെ ചരിത്രം ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. CPI സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ട പ്രജി ശശീന്ദ്രൻ പെട്ടെന്ന് പ്രജി കണ്ണനായി മാറിയതാണ് ഇപ്പോൾ വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത്. ഇത് അന്തരിച്ച കോൺഗ്രസ് നേതാവ് MG കണ്ണന്റെ ജനപ്രീതി മുതലെടുക്കാനുള്ള CPIയുടെ തന്ത്രമാണ് എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നുമുണ്ട്. ആ ഒരു ആരോപണത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയും ഒക്കെ തന്നെ ഉച്ചത്തിൽ ഒരു കൃത്യമായ മറുപടി വ്യക്തതയോടുകൂടി പറയാൻ, നല്ല ഭാഷാശുദ്ധിയോടുകൂടി വ്യക്തതയായി പറയാനുള്ള കോൺഗ്രസിന്റെ ഏക വനിതാ പോരാളി അത് സത്യത്തിൽ ശ്രീനാദേവി കുഞ്ഞമ്മയാണ് എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ കോൺഗ്രസ് പല ചാനലുകളിലും പ്രധാനപ്പെട്ട ചാനലുകളിലും ചർച്ചയ്ക്കായി വിടുന്നത് ശ്രീനാദേവിയെ തന്നെയാണ്. പക്ഷെ പൊതുപ്രവർത്തക എന്ന നിലയിലാണ് ശ്രീനാദേവി അവിടേക്ക് എത്തുന്നത്. കോൺഗ്രസിന് വേണ്ടി സംസാരിക്കാനുള്ള, ശബ്ദിക്കാനുള്ള ഒരു പ്രധാന, അതായത് ഒരു പെണ്ണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വേർഷനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും ഇത്തരം കാര്യങ്ങൾ രാഷ്ട്രീയപരമായി മറ്റ് കാര്യങ്ങളോ ആരോപണങ്ങളിലോ ഒക്കെ ഒന്നുമല്ല കിടക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ, കാരണം രാഹുൽ മാങ്കൂട്ടത്തിന് ഇഷ്ടപ്പെടുന്ന പല കാര്യങ്ങളും ഉണ്ട് ജനങ്ങൾക്ക്. അതിലൊന്ന് അദ്ദേഹം കൃത്യമായി സംസാരിക്കുമെന്നുള്ളതാണ്. വളച്ചൊടിക്കാതെ അല്ലെങ്കിൽ വളഞ്ഞിട്ട് കുത്താതെ ബോറടിപ്പിച്ച് സംസാരിക്കാതെ ഒക്കെ തന്നെ വ്യക്തമായി കൃത്യമായി സംസാരിക്കാനുള്ള കഴിവ്, അതേ കഴിവ് തന്നെയാണ് ഇവിടെ ശ്രീനാദേവിക്കുള്ളത്. ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ട വളരെ പ്രധാനപ്പെട്ട കഴിവ്. പിന്നെ വായ്ത്താളം മാത്രമല്ല, അല്ലെങ്കിൽ സംസാര രീതി മാത്രമല്ല, പ്രവൃത്തിയിലും അവർ അത് കൃത്യമായി തന്നെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുന്നു എന്നുള്ള ഒരു പ്രാധാന്യം, ഇവയെല്ലാം തന്നെ ശ്രീനാദേവിയെ മറ്റ് കോൺഗ്രസ് വനിതകളെക്കാൾ ഒരു പടി മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. മാത്രമല്ല കോൺഗ്രസിൽ വനിതകൾ അത്ര വലിയ പേരുകൾ പലതും ഉണ്ടെങ്കിലും അത്ര പ്രധാനപ്പെട്ട പേരിലേക്ക് അതൊന്നും തന്നെ ഇപ്പോഴും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. സോണിയാഗാന്ധി, അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധി, പിന്നെ കേരളത്തിൽ 1-2 പേർ കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസിൽ വനിതകളുടെ ഒരു പേര് നമ്മൾ ഓർത്ത് വെക്കുന്നതോ അല്ലെങ്കിൽ പറയുന്നതൊക്കെ വളരെ കുറവാണ് എന്നാണ്. പക്ഷെ അവിടേക്കാണ് ഈ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പേര് വരുന്നത് ശക്തമായി തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ കമന്റ് വന്നതിന്റെ ഉറവിടം എവിടെ എന്ന് നോക്കാം.
അന്തരിച്ച ജനപ്രിയ കോൺഗ്രസ് നേതാവ് MG കണ്ണന്റെ ഭാര്യയാണ് സ്ഥാനാർത്ഥി എന്ന വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഈ നീക്കമെന്നാണ് പ്രധാന ആക്ഷേപം. കോൺഗ്രസ് നേതാവ് ശ്രീനാദേവി കുഞ്ഞമ്മ സോഷ്യൽ മീഡിയയിലൂടെ ഉന്നയിച്ച ചോദ്യങ്ങൾ ഇതിനോടകം തന്നെ ചർച്ചയായി കഴിഞ്ഞു. സ്ഥാനാർത്ഥി കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് ഐഡിയിൽ പേര് മാറ്റിയത് ചൂണ്ടിക്കാട്ടിയാണ് ശ്രീനാദേവിയുടെ വിമർശനം. 2020-25 കാലയളവിൽ കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നപ്പോഴും 3 മാസം മുമ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊല്ലം കരിയിപ്ര പഞ്ചായത്തിലെ വാർഡിൽ മത്സരിച്ച് തോറ്റപ്പോഴും പ്രിജിയുടെ പേരിനൊപ്പം ശശിധരൻ എന്നായിരുന്നു ഉണ്ടായിരുന്നത്. അടൂരിന്റെ ജനനേതാവായ MG കണ്ണന്റെ യഥാർത്ഥ ഭാര്യ സജിത കണ്ണൻ ആണെന്നും അദ്ദേഹത്തിന്റെ പേര് രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യാനുള്ള CPIയുടെ തരംതാണ ശ്രമം വിലപോവില്ല എന്നും ശ്രീനാദേവി ഫേസ്ബുക്കിൽ കുറിച്ചു. ശ്രീനാദേവി കുഞ്ഞമ്മ ഉയർത്തുന്ന പ്രധാന ചോദ്യങ്ങൾ: 2022 വിവാഹിതയായി പ്രിജി 3 മാസം മുൻപ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് മത്സരിച്ചപ്പോൾ പോലും പ്രിജി ശശിധരൻ എന്നായിരുന്നു പേര് നൽകിയിരുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ ഫേസ്ബുക്കിൽ പേര് മാറ്റിയത് എന്തിന്? അടൂരിന്റെ പ്രിയപ്പെട്ട കണ്ണന്റെ ഭാര്യ സജിത കണ്ണൻ ആണെന്നിരിക്കെ സമാനമായ പേര് സ്വീകരിച്ച് വോട്ടർമാരെ കുഴപ്പിക്കാനാണോ ഇടതുപക്ഷത്തിന്റെ ശ്രമം? സ്വന്തം വാർഡിൽ 3 മാസം മുൻപ് പരാജയപ്പെട്ട ഒരാളെ കൊല്ലത്ത് നിന്നും അടൂരിലേക്ക് കൊണ്ടുവന്നത് ഭർത്താവിന്റെ പേര് കണ്ണൻ എന്നത് മാത്രമാണോ യോഗ്യത? കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നപ്പോൾ മണ്ഡലം ശ്രദ്ധിക്കാതെ UDFന് വലിയ ഭൂരിപക്ഷം സമ്മാനിച്ച വ്യക്തിയെ എന്തിന് അടൂരിൽ പരീക്ഷിക്കുന്നു എന്ന ചോദ്യവും ശ്രീനാദേവി ഉയർത്തുന്നു. യഥാർത്ഥ സജിത കണ്ണൻ ആരാണ്? MG കണ്ണന്റെ ഭാര്യ സജിത കണ്ണൻ ആണെന്നും അവരുടെ അച്ഛന്റെ പേര് TK ശശിധരൻ എന്നാണെന്നും ശ്രീനാദേവി ചൂണ്ടിക്കാട്ടുന്നു. പേരിലെ ഈ സമാനതകൾ വോട്ട് മോഷണത്തിനായി CPI ദുരുപയോഗം ചെയ്യുകയാണെന്നാണ് കോൺഗ്രസിന്റെ ഉറച്ച നിലപാട്. ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം: ഉപ്പുപരലുകൾ പുറത്തുവീണ അട്ടകളെ പോലെ വല്ലാതെ അസ്വസ്ഥപ്പെടുന്ന CPI നേതാക്കളെയാണ് ഇന്നും ഇന്നലെയുമായി സോഷ്യൽ മീഡിയയിൽ കണ്ടത്. CPIയിലെ അടൂരിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ പേര് മാറ്റത്തെക്കുറിച്ച് പറഞ്ഞത് വീണ്ടും പറയുന്നു. 1. സ്ഥാനാർത്ഥിയുടെ പേരിലെ ശശിധരൻ മാറ്റി കണ്ണൻ എന്നാക്കിയത് MG കണ്ണന്റെ ഭാര്യയാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് വോട്ട് മോഷണത്തിനല്ലേ? 2. കണ്ണൻ എന്ന ഭർത്താവിന്റെ പേരിലുള്ള ഒരാളെ തന്നെ സ്ഥാനാർത്ഥിയായി കൊണ്ടുവരണം എന്നതല്ലേ കൊല്ലം ജില്ലയുടെ അങ്ങേയറ്റം വരെ സഞ്ചരിച്ച ഒരു സ്ഥാനാർത്ഥിയെ പത്തനംതിട്ടയിലെ CPI നേതാക്കൾക്ക് കണ്ടെത്തേണ്ടി വന്നത്? നിങ്ങളുടെ സ്ഥാനാർത്ഥി കണ്ണൻ എന്നു പേരുള്ള ഭർത്താവിനെ വിവാഹം കഴിച്ചു 2022 സെപ്റ്റംബറിലല്ലേ? 2026 മാർച്ച് 8-ന് അടൂർ നിയോജക മണ്ഡലം സ്ഥാനാർത്ഥിയാണ് എന്ന പ്രഖ്യാപനം ഉണ്ടായ ശേഷം മാർച്ച് 9-ന് രാവിലെ അല്ലേ അവർ സ്വന്തം പേരിലെ ശശിധരനെ ഒഴിവാക്കി ഫേസ്ബുക്ക് പ്രൊഫൈൽ ഉൾപ്പെടെ കണ്ണനെ ചേർത്തത്? 4. പുരോഗമന പ്രസ്ഥാനം എന്ന് അഭിരമിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാന വിശ്വാസികൾക്ക് വിവാഹശേഷം ഭർത്താവിന്റെ പേര് സ്ത്രീകൾ സ്വന്തം പേരിനൊപ്പം ചേർക്കണമെന്ന യാഥാസ്ഥിതിക മനോഭാവം ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ താല്പര്യം. പക്ഷേ 2022 സെപ്റ്റംബർ 14 മുതൽ 2026 മാർച്ച് 9 വരെ എന്തുകൊണ്ട് കണ്ണനെ ഇവർ പേരിനൊപ്പം ചേർത്തില്ല? അവർ വിവാഹശേഷം 3 വർഷവും 2 മാസവും കഴിഞ്ഞ് കൊല്ലം ജില്ലയിലെ കരിയിപ്ര പഞ്ചായത്തിലെ സ്വന്തം വാർഡിൽ 3 മാസങ്ങൾക്ക് മുൻപ് മത്സരിച്ച് തോറ്റപ്പോഴും എന്തുകൊണ്ട് വിവാഹിതയായ സ്ത്രീ ഭർത്താവിന്റെ പേരോ കണ്ണനെ ഒപ്പം ചേർക്കണം എന്ന് ചിന്തിച്ചില്ല? 3 മാസങ്ങൾക്ക് മുൻപും ഇന്നലെ വരെ ശശിധരൻ ആയിരുന്നില്ലേ ഉണ്ടായിരുന്നത്? വിജയസാധ്യത ഉള്ള സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നതാണ് പൊതുശൈലി. പക്ഷേ 2026-ൽ ഇവർ ജയിച്ച കൊല്ലം ജില്ലാ പഞ്ചായത്ത് നെടുമ്പന സീറ്റിൽ ഇപ്പോൾ UDF സ്ഥാനാർത്ഥിയായ ശ്രീ ഫൈസൽ കുള്ളപ്പാടം 10,000-ലധികം ഭൂരിപക്ഷത്തിൽ ജയിച്ചില്ലേ? അവർ ആ സീറ്റ് മണ്ഡലം ശ്രദ്ധിക്കാതെ UDFന് നൽകിയ ആളല്ലേ? 3 മാസം മുൻപ് സ്വന്തം പഞ്ചായത്തിലെ സ്വന്തം വാർഡിൽ നിന്നും കൊല്ലം കരിയിപ്രയിൽ വാർഡിൽ തോറ്റ സ്ഥാനാർത്ഥിയാണോ അടൂരിലെ CPIയുടെ സ്ഥാനാർത്ഥി ആകേണ്ടിയിരുന്നത്? അപ്പോൾ ഭർത്താവിന്റെ പേര് കണ്ണൻ എന്നാണ് എന്നുള്ളത് മാത്രമായിരുന്നു ഈ സ്ഥാനാർത്ഥിയുടെ മെറിറ്റ്? വർഷങ്ങളോളം പ്രണയിച്ചിട്ടും 3.5 വർഷങ്ങൾക്ക് മുൻപ് വിവാഹിതരായിട്ടും അടൂരിൽ സ്ഥാനാർത്ഥിയായപ്പോൾ ആണോ കണ്ണൻ എന്നാണ് ഭർത്താവിന്റെ പേര് എന്ന് അവർക്ക് ഓർമ്മ വന്നത്? LDFന്റെ സ്ഥാനാർത്ഥിക്ക് സ്വന്തം ഭർത്താവിനോടുള്ള സ്നേഹമല്ല, മറിച്ച് ഭർത്താവിനെ അകാലത്തിൽ നഷ്ടപ്പെട്ട ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ സമാനതകളില്ലാത്ത വേദന നൽകി അയാളുടെ ഭാര്യയാണ് എന്ന് തോന്നൽ സൃഷ്ടിച്ച് വോട്ട് നേടാൻ അല്ലേ കണ്ണൻ എന്ന പേര് നിയമസഭാ സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ എഴുതി ചേർത്തത്? CPIയുടെ കൊല്ലം ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ അടൂരിലെ സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തിയത് ശശിധരൻ എന്ന് പറഞ്ഞല്ലേ? അവരാരും അടൂരിലെ കണ്ണനെ ദുരുപയോഗപ്പെടുത്തണം എന്ന് അറിഞ്ഞിരുന്നില്ലേ എന്നാണ് ചോദ്യം. LDF സ്ഥാനാർത്ഥിയുടെ പേരിന്റെ കൂടെ ശശിധരൻ എന്നോ രാജേന്ദ്രൻ എന്നോ മുരളീധരൻ എന്നോ എന്തായാലും അത് ഇവിടെ ആർക്കും ഒരു വിഷയമുള്ള കേസല്ല. പക്ഷേ MG കണ്ണന്റെ പേരിൽ വോട്ട് മോഷണമാണ് ഉദ്ദേശമെങ്കിൽ അത് അടൂരിൽ നടക്കില്ല. MG കണ്ണൻ അടൂരിന്റെ കണ്ണനാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് സജിത കണ്ണൻ എന്നാണ്. MG കണ്ണന്റെ ഭാര്യ സജിത കണ്ണന്റെ അച്ഛന്റെ പേര് TK ശശിധരൻ എന്നാണ്. അതുകൊണ്ട് പേരിലെ ആ സാധ്യത കൂടി LDF സ്ഥാനാർത്ഥിയും ജില്ലയിലെ CPI നേതൃത്വവും ഉപയോഗിക്കുക. എന്തായാലും ഇതിനു താഴെ വന്ന കമന്റിന് പിന്നാലെയാണ് കൃത്യമായ ചുട്ട മറുപടി ശ്രീനാദേവി കുഞ്ഞമ്മയും നൽകിയത്.